ടാറ്റ മോട്ടോഴ്സ് പോലുള്ള ഒരു വലിയ കമ്പനിയിൽ സ്ത്രീകൾക്ക് ജോലി നൽകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ ഒരിക്കൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 1974 ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴാണ് സുധാ മൂർത്തി ടാറ്റയുടെ ഒരു തൊഴിൽ പരസ്യം കാണുന്നത്. അതിൽ അവസാനം ഇങ്ങനെ എഴുതിയിരുന്നു: സ്ത്രീകൾ അപേക്ഷിക്കേണ്ടതില്ല. ഇത് കണ്ട സുധയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ വെറുതെ ഇരുന്നില്ല. അന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന JRD ടാറ്റയ്ക്ക് നേരിട്ട് ഒരു കത്തെഴുതി. ആ കത്ത് അയക്കുമ്പോൾ സുധയ്ക്ക് അറിയില്ലായിരുന്നു താൻ തിരുത്തുന്നത് ടാറ്റയുടെ നിയമം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പെൺകുട്ടികളുടെ വിധിയാണെന്ന്. JRD ടാറ്റ ആ കത്ത് വായിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവൾ പറഞ്ഞത് ശരിയാണ്, നമ്മൾ മാറണം. സ്ത്രീ പുരുഷ വിവേചനം കാണിക്കുന്ന നിങ്ങളെ പോലെയുള്ളവർ എങ്ങനെയാണ് ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നായിരുന്നു ആ കത്തിലെ ചോദ്യം. ആ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ട JRD ടാറ്റ അവരെ ഇന്റർവ്യൂവിന് വിളിക്കാൻ ഉത്തരവിട്ടു. ആ ഇന്റർവ്യൂവിൽ വിജയിച്ചുകൊണ്ട് ടാറ്റ മോട്ടോഴ്സിലെ ആദ്യത്തെ വനിതാ എഞ്ചിനീയറായി സുധാമൂർത്തി മാറി. പിൽക്കാലത്ത് ഇൻഫോസിസ് ഫൗണ്ടേഷനിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ അവർ സഹായിച്ചു. അനീതി കണ്ടാൽ മൗനം പാലിക്കരുത്. നിങ്ങളുടെ ശബ്ദമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.